നമസ്കാരം, മനോജ് കുമാർ തൃപ്പൂണിത്തുറ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാവാം. ഇത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനാണ്. കൺസോൾട്ടേഷൻ എവിടെയാണെന്ന് അറിയാൻ, ഒരു ലോങ് ഡ്രൈവൊക്കെ നമുക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാനൊക്കെ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇത് എഫ് ആൻഡ് ഒ സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, കോമോഡിറ്റി സെഗ്മെൻറ്റിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ്. മറ്റുള്ളവരെ പഠിപ്പിച്ച് ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്ക് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് ഇഷ്ടംപോലെ കാണാം. പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഒരുപാട് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. അതുകൊണ്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്ന റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു ലെങ്ത്തിന് താഴത്തോട്ട് പോയാലേ ഡൗൺ ഉള്ളൂ, അല്ല അവിടെ അല്ലല്ലോ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഭാഗത്താണ് നിന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് ഈ ഒരു 52,390 ബ്രേക്ക് ചെയ്താലാണ് മൂവപ്പ് ഉള്ളൂ. മുകളിലേക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുകളിൽ ആ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. താഴത്തോട്ട് ഉള്ള ലെവലും ഓൾമോസ്റ്റ് ഒക്കെ മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ 52,641 മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ള ഒരു 53,007 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടൊരു ചാൻസസ് ഉള്ളത്. സ്റ്റിൽ ഒരു 50 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും അത് ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ നിൽക്കുന്ന ഈ ഒരു 52,650 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ലെവലാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 52,422 അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 52,260 മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ നാളത്തേക്കുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സിൽ പറയാനുള്ളത്, ഇൻഡെക്സിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ പറഞ്ഞ ആ ഒരു ലെവലൊക്കെ ഇൻഡെക്സിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലെവലിന് താഴത്തോട്ട് വന്നാൽ ഈ ഒരു ലെവലിലേക്കും നിൽക്കുന്നത് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ 52,500 ആ ഒരു ഭാഗത്തേക്കാണ് പറഞ്ഞത്. അങ്ങോട്ട് മാർക്കറ്റ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആരോ നമുക്കെടുത്ത് നേരെ എന്ത് ചെയ്യാം, പൊക്കത്തേക്ക് ഇടാം. അതായത് 52,540 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യണത് 52,880 52,980 ആയിരിക്കും. നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 52,440 കൺസോൾട്ടേഷൻ, അവിടെ നിന്ന് ഡൗൺ ആയാൽ 52,256 അവിടെ നിന്നും ഒരു ഫാള് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 51,929 മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. ഇനി നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവുകയാണെങ്കിൽ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ 52,200, 52,400, 52,500, പിന്നെ 53,000 ലോട്ടറി കോളാണ്. അത് നല്ല മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മൂവ് ആവത്തുള്ളൂ. കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി മെൽറ്റായി പോയിക്കൊണ്ടേയിരിക്കും. പിയിലാണെങ്കിൽ 52,500, 52,300, 52,000 സ്ട്രൈക്കാണ് മെയിനായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് നിർത്തി, വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണമാണ് ഞാൻ കത്തിയൊന്നും വെക്കാത്തത്. ഇടയ്ക്കൊക്കെ കത്തി വെക്കുക, എപ്പോഴും കത്തി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിയാവും. ആഴ്ചയിൽ ഒരു തവണ. അപ്പോൾ അന്നത്തെ ഒരു മൂഡ് പോലെ ഇരിക്കും കത്തി വെക്കണ കാര്യം. അപ്പോൾ നല്ല മൂഡൊക്കെ ആണെങ്കിൽ ചുമ്മാ കത്തി വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നത് നമുക്ക് സൺഡേ മാത്രമേ ഉള്ളൂ. കാരണം വീക്കിലി അനലൈസിസും കൂടെ വരുന്ന കാരണമാണ് സൺഡേയിൽ ഇത്തിരി ലെങ്ത്ത് കൂടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനു മുമ്പ് കുറച്ച് ലൈവ് വീഡിയോസ് കാണുക. നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ
നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമായിരുന്നോ എന്നുള്ള ചിന്തയാണ്. ആ ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ ലൈവിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരിക്കലും ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കൂ, കൈ നനയാതെ മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവ് സെറ്റ് ആവത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ട്രേഡർ ആവണം എന്ന് വാശി അല്ലെങ്കിൽ അതിനകത്തൊരു ലക്ഷ്യബോധം ഉള്ളവർക്കൊക്കെയാണ് എൻ്റെ ലൈവ് കൊണ്ട് എന്തെങ്കിലും ഗുണമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കൃത്യമായിട്ട് ഏരിയാസ് അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.